Hi friends, I am Uma. Malayalam kitchenലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഞാൻ ഇന്ന് ഇൻസ്റ്റന്റ് റവ ഉപ്മാവ്. അത് 2 minutes ഞാൻ ജസ്റ്റ് എനിക്കൊരു ക്രേസ് തോന്നിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഒരു പാക്കറ്റ്, ചെറിയൊരു പാക്കറ്റ്, ഒരു ഹാഫ് കപ്പ് ഉള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ ഇതിനകത്ത് എല്ലാം മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. ഞാനൊരു ക്രേസ് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. ഞാനിവിടെ വാങ്ങിച്ചത് ഇതുപോലെ ചെറിയൊരു പാക്കറ്റ് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിനകത്ത് ഇതിൻ്റെ നമ്മുടെ ഇതിൽ തന്നെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് ഉപ്മാവ് തയ്യാറാക്കിയാണ്. നമുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എഴുതിയേക്കുന്നത് ഇതിൻ്റെ അളവിൻ്റെ ഡബിളായിട്ട് നമ്മൾ വെള്ളം എടുക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ഇതിന് അരക്കപ്പുണ്ട്. 1 കപ്പ് വെള്ളം ഞാനിവിടെ ചൂടാകാൻ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് എനിക്ക് തൊട്ട് നോക്കിയപ്പം ഒരു ഓയിലിൻ്റെ ഒരു ജസ്റ്റ് ഇതുണ്ട്. എന്നാലും നമുക്ക് കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ഓയിൽ കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് നമുക്ക് ഈ റവയുടെ മിക്സ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം 2 മിനിറ്റ് തികച്ചായിട്ടില്ല. എങ്കിൽ തന്നെ വെള്ളമൊക്കെ വറ്റി ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പം വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ടുണ്ട്. ഇതിനകത്ത് സവോള കണ്ടു, കാഷ്യൂ ഉണ്ട്, കിസ്മിസ് ഉണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കടല, മറ്റേ പൊട്ടുകടല അല്ലെങ്കിൽ പൊരിക്കടലയോ അങ്ങനെ പറയാം നമുക്ക്, കടല, ചെറിയ കടല, പിന്നെ കപ്പലണ്ടി, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാം. ഞാനിവിടെ എന്തായാലും എനിക്ക് ഉപ്മാവിന് തേങ്ങ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തേങ്ങ ഒരു അത്ര അളവ്, ആ ഒരു കപ്പിൻ്റെ ഇത് ഞാൻ എത്ര എടുത്തത്, 1/2 കപ്പ് റവയായിരുന്നു. അതിന് 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിപ്പോൾ 2 മിനിറ്റിനകത്ത് വെച്ചിട്ട് തന്നെ എനിക്ക് ആ വെള്ളം തിളച്ച് ഇട്ടു. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി നമുക്ക് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കെടുത്ത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാനൊരു പുതിയൊരു ചാനൽ, ബ്യൂട്ടി ടിപ്സ്, നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചർമ്മ സംരക്ഷണവും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇന്ന് ഈ വീഡിയോയിൽ, അതിൻ്റെ ലിങ്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വളരെ താങ്ക്സ്, നന്ദിയുണ്ട്. ഇതിപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കൊടുത്തു വിടാനും ഒക്കെ പറ്റുന്നതാണ്. ഇതിന് 27 റുപ്പിയാണ് ഇപ്പോഴത്തെ വില. 200 ഗ്രാമാണ്. ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.